സോ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ കുറച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗെസ്റ്റ്സ് ആണ് ഇന്ന് ജോയിൻ ചെയ്യുന്നത് ആൻഡ് സ്പെസിഫിക്കലി വൺസ് മോർ ലെറ്റ് മീ റിമൈൻഡ് യു ഓൾ ഇറ്റ്സ് വേൾഡ് ഡിസബിലിറ്റി ഡേ ആൻഡ് ദർ ഇസ് സംതിങ് വെരി സ്പെഷ്യൽ ദാറ്റ് ഹാസ് ബീൻ ഡൺ ടുഡേ. അത് എന്താണെന്നുള്ളതിൽ നമുക്ക് ആദ്യം ഗസ്റ്റിനെ കണക്ട് ചെയ്യാം, എന്നിട്ട് എന്താണെന്നുള്ളത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. സോ ലെറ്റ് മീ ഹാവ് ധന്യ. ഷീസ് കണക്റ്റിംഗ് വിത്ത് അസ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഹായ് ധന്യ, ഹൗ ആർ യു? Okay, I think there is some disturbance. Song in the cheriya bhagam varunundu. Is it from your side? Okay, I think now it's clear. All right, Dhanya, how are you? I'm well. I'm so happy to connect with you. ഓക്കെ, സോ ധന്യ, ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയായിരുന്നു ദാറ്റ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം ഇന്ന് നടന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഓലങ്ങൾ അല്ലേ? അപ്പൊ ഈ ഓലങ്ങളിനെ കുറിച്ച്, ദാറ്റ് ഇസ് ദിസ് പ്രോജക്റ്റ് ഇസ് എ വോളണ്ടിയർ ഡ്രിവൻ പ്രോജക്റ്റ്, ഐ നോ. ആൻഡ് ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ ഡീറ്റെയിൽ ഐ തിങ്ക് ധന്യ യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ വുഡ് ബി ഏബിൾ ടു ടെൽ us about it, right? So can you please start? Olangal personally പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, as you already know that I'm a person with disability, and for me more than medicines, music, healing. So this project have been very close to my heart. ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് പറയൂ. പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്ത 90% ആൾക്കാർ persons with disability ആണ്. ഗ്രാഫിക് ഡിസൈനേഴ്സ്, സിംഗേഴ്സ്, ആർട്ടിസ്റ്റ്സ്, അങ്ങനെ ഇവരെല്ലാവരും ഒരു ചാലഞ്ചുകൾ ഉള്ള കുറച്ച് വ്യക്തികളാണ്. And what makes it even more beautiful is that, as we all know, Ranjit has been, done the music for us, and one of my friends is also Subramanian. He's the one who gave the idea of the song. Remade ചെയ്തിരിക്കുന്ന സുധാമ. So, and it's very heartening. എനിക്ക് തോന്നുന്നു ഈ തുടിമ എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മുടെ സീനിയർ ജനറേഷൻ മുതൽ ഇനിയുള്ള തലമുറകൾ ഏറ്റവും ആഗ്രഹിച്ചു പാടുന്ന ഒരു പാട്ട് തന്നെയാണ്. We are so much honored that ഈ ഒരു പാട്ട് ഇളയരാജ സാറിന്റെ യൂട്യൂബ് ചാനലിലാണ് റിലീസ് ആയത്. Wow, that is amazing. Okay, all right. And എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ when you're telling me that ഒരു set of people who with some sort of disability ആണ് ഇതിൽ വന്നിരിക്കുന്നത്, and they have come together and created this kind of a magical product അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ അവർ കാണിക്കുന്നത് is their ability which is I think far beyond anybody else അല്ലേ? തീർച്ചയായിട്ടും. And I've been very possessive in a space where I don't want to get anything dramatic. Yes. It's true that ഇന്നിപ്പോ എന്നെ കണ്ടാലും പോലും ഞാൻ പോകുന്ന ചാലഞ്ചസുകളെല്ലാം കണ്ട there are so many scenes that can be drawn on with sympathy based on ഇപ്പൊ എനിക്ക് മൂവ്മെന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ I need support. So ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും it's a sympathy, or we get a lot of dramatization built over there. But I tried my best not to get that portion in the song. Rather, I want us at least ഇന്നത്തെ ഈ ഒരു ഡിസബിലിറ്റി ദിനം മുതൽ അറ്റ്ലീസ്റ്റ് കുറച്ചു പേരുകൾ when they start to see a person with disability, അവരെങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ കാണാൻ നോക്കേണ്ടത്. അതായത് നമ്മളൊരു ഡെഫിനേഷൻ ഇടാതെ നോക്കാനുള്ള ഒരു ചെറിയൊരു സ്റ്റെപ്പാണ് അത്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ടീമും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ നടത്തുന്ന ഒരു NGOന്റെ പ്രസൻസിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്, ആസ്മാൻ ഫൗണ്ടേഷൻ ട്രസ്റ്റ്. Okay. Huge team being worked for with me. വാവ്, ദാറ്റ് ഈസ് സോ നൈസ്. ഐ മീൻ ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കീ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ധന്യ അവിടെ. ലൈക്ക് യു സെഡ് ആ ഒരു ഡ്രമാറ്റൈസേഷൻ യു ഡോണ്ട് നീഡ് ഇറ്റ്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? വെൻ ദർ ഇസ് പ്യോർ ടാലൻറ്റ് അല്ലേ? നമുക്ക് പ്യോർ ടാലൻറ്റ് മുന്നിൽ ഇരിക്കുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എനി അതർ ആസ്പെക്ട്. ആ ഒരു ആസ്പെക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ദിസ് ഇസ് പ്യോർ ടാലൻറ്റ് വിച്ച് ഹസ് കം ടുഗെദർ, ആൻഡ് എ പേഴ്സൺ ലൈക്ക് രഞ്ജിത്ത് മെലിപ്പാട്ട് ഹു ഐ തിങ്ക് എല്ലാ സോർട്സ് ഓഫ് ആർട്സ് ആൻഡ് ഫോംസിനെ
ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് ഇറ്റ് ഇസ് റിയലി നൈസ് ഓഫ് ഹിം ടു ഹാവിങ് ഡൺ ദിസ് ഫോർ ഓൾ ഓഫ് യു, കറക്റ്റ്? ആബ്സല്യൂട്ട്ലി ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ഈ ഒരു പാൻഡമിക്കില്. നമുക്ക് റെക്കോർഡിങ് ചെയ്യാൻ ഒരു ഹൈ ക്വാളിറ്റി വേണം. മൈ സ്റ്റുഡിയോ തന്നെയാണ് ഹെൽപ്പ് ചെയ്ത്. മലപ്പുറത്ത് ഒരു സ്റ്റുഡിയോ വോളണ്ടറി ആയിട്ട് അവരും കെയിം അപ്പ് ടു ഹെൽപ്പ് എ പേഴ്സൺ. ഉദയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന ഈ ഒരു പാട്ടിലുണ്ട്. സോ ഇത് എ പേഴ്സൺ വിത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറി and traveling to Cochin is not so easy. So we Yeah, got the correct. studio experience Kochi for those Kochi participants and few from Malappuram. Ghaziabad എന്ന് വരെ ഒരു പാർട്ടിസിപ്പന്റ് വന്നിട്ടുണ്ട്. ഓ വാവ്. തന്നെയാണ് പാർട്ടിസിപ്പൻസും വന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ടൈമിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ചെയ്യുന്നതിലും ഇനിയും ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടായിട്ട് പോലും എല്ലാവരും ഒത്തുചേർന്ന് ഇത് ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും ടീം എഫേർട്ട് തന്നെയാണ്. എങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്? വാട്ട് മേഡ് യു തിങ്ക് ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്യാം? ആൻഡ് വാട്ട് ഇസ് ഓലങ്കൽ, വൈ ഓലങ്കൽ, വൈ ദാറ്റ് എനിത്തിങ് ബിഹൈൻഡ് ദാറ്റ്, എനി തോട്ട് ബിഹൈൻഡ് ദാറ്റ്? യെസ്, ഈ ഒരു കോൺസെപ്റ്റ് വരാൻ കാരണം ഇറ്റ്സ് ലൈക്ക് ഐ സെയ്ഡ് on this day I want to get a musical treat to the audience, or at least ഓഡിയൻസിനെക്കാട്ടും എനിക്ക് കുറച്ച് പേരുടെ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട്. വി വോണ്ട് ടു ഗെറ്റ് ദാറ്റ് ഒരു അവരെ ഹോണർ ചെയ്യണം. ഡൂയിങ് ദാറ്റ് ഐ വോണ്ട് സംതിങ് മ്യൂസിക് ബിക്കോസ് ഞാൻ വീട്ടിലായാലും എവിടെയായാലും for me music healing, the medicine. For me it's about giving back. So ഒരു ഡിസ്കഷനിലാണ് ഞാനും സുധാമാനും കൂടി ഒരു ഡിസ്കഷനിലാണ് ഈ ഒരു പാട്ട് വന്നതും പിന്നീട് രഞ്ജിത്ത് അതിനെ ഏറ്റെടുക്കുന്നതും പിന്നീട് രാജാ സർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതും ഇതെല്ലാം ഒരു ഡിവൈൻ റീസണിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം ആ കുട്ടികളുടെയും ഒരു ഭാഗ്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് പാടി അതേഴ്സ് വരുന്നത് ഫേസ്ബുക്കിൽ ഇടാനാണ്. ഡിഫറെന്റ് ലെവൽസ്. Yeah, and ഇതിലിപ്പോ total how many people did you say are involved in this project? എല്ലാവരും കൂടിയിട്ട് എത്ര singers, everything? The visual participants are about 5 persons with disability along with 2 able donors, because we want to get inclusion in that song. Judith, we have a beautiful volunteer who trains the children to sing. ഈ പാട്ട് ഏറ്റവും നന്നായി പഠിപ്പിച്ചു കൊടുത്തതും ജൂഡിത്ത് ആണ്. സോ ഇവരൊക്കെയാണ് ഇതിന്റെ പ്രോജക്റ്റിന്റെ ഫോർ ഫ്രണ്ടിൽ. ബാക്കിൽ പറയുകയാണെങ്കിൽ പറയുന്ന പോലെ സുദീപ് ഉണ്ടായിരുന്നു, ഹിസ് എഡിറ്റർ. ഇതെല്ലാം എത്രയും മനോഹരമാക്കുന്നത്. കാരണം ഒരു വീഡിയോഗ്രാഫറിനെ വീട്ടിൽ വിടാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബിക്കോസ് ഓഫ് പാൻഡമിക്, കോവിഡ് ഓൺ ഇറ്റ്സ് ഗോ, I didn't want to do that. അപ്പോൾ ഇതെല്ലാം വോളണ്ടിയേഴ്സ് വന്ന വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് വിഷ്വൽസ് എല്ലാം. ഇതെല്ലാം ഏറ്റവും നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ്. ഗ്രാഫിക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയാണ്, അഞ്ജലിയാണ്. നമ്മുടെ പോസ്റ്റേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തത്. So for me, I wanted to include as much as the persons with disability in this project. ഇതിലൊരു വളരെ ഹാൻഡിൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഏബിൾ ആയിരിക്കും. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഇൻക്ലൂഷൻ എന്നുള്ളൊരു ആസ്പെക്ട് കൊണ്ടുവരാൻ. That is really nice. What a thought. And എനിക്ക് തോന്നുന്നു ആ ഒരു തോട്ടിന്റെ പ്യൂരിറ്റി, that is what has brought this project out so well അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ തന്നെയാ, let us try and take Ranjit also online. I'm trying to take him online. Yes, I think he's online. Okay, let me just check. Hello Ranjit, can you hear me? Hello, hi. Hi Ranjit, വിശേഷം എന്തുണ്ട്? സുഖല്ലേ? എന്താണ് അവിടെ ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ റിയലി ലവ് ദ തോട്ട്. ദ ഫസ്റ്റ് തിങ് ഷീ സെഡ് വാസ്, എനിക്ക് ഓവർ ഡ്രാമറ്റൈസ് ഒന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കാണിക്കേണ്ടത് പ്യുവർ ടാലന്റ് ആണ്. സോ ഐ സെഡ് ടാലന്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. അത് പിന്നെ എങ്ങനത്തെ ആളാണ്, ഏത് ആളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്നും അല്ല. ഞാൻ ലക്ഷ്മി ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സിനിമയാണെങ്കിലും ടി വി കമേഴ്ഷ്യൽസും റേഡിയോ ഒക്കെ ആയിട്ട് കുറച്ചു കാലമായി ഈ പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുന്നുവെങ്കിലും ഇന്നത്തെ ഒരു ദിവസത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എനിക്ക് സിനിമ റിലീസ് ചെയ്യുന്നതിനെക്കാട്ടും ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം
ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ധന്യ രവി, അതാണ് അതില് ഒരു വലിയ കാര്യം. കാരണം ധന്യം ഞാനുമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് അറിയെങ്കിലും ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ പറ്റാന്ന് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ ലൈഫില് ഈ ഹോപ്പ് നമുക്ക് എല്ലാം ദൈവം തന്നിട്ടും നമുക്ക് ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് അയ്യോ നമുക്കത് പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന നമുക്ക് അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് ഈ പറഞ്ഞ ഈ വിഷ്വൽ കാണുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഹാസ്മാൻ എന്ന് പറഞ്ഞ ഈ ഓർഗനൈസേഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അവർക്കൊരു ഇതൊരു വലിയൊരു ഒരു ഐ ഓപ്പണിംഗ് ആണ് ആക്ച്വലി പറഞ്ഞത്. കാരണം എന്താ വെച്ചാല് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ഇപ്പൊ അതിലുള്ള വീഡിയോയിൽ കാണുന്ന ഓരോരുത്തരും ഓഡിയോ ഞാൻ കാഴ്ച തരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോ പോയിട്ട് പല റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അവരെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, മനസ്സിലായില്ലേ? എന്നാൽ അവർക്ക് വരാൻ പറ്റുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ദേ മേഡ് ഇറ്റ് ഹാപ്പൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഡിറ്റർമിനേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് നമ്മളെ പോലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് തരുന്ന ആളുകൾക്ക് പോലും ഇല്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ സ്റ്റക്ക് ആവുന്നു, എവിടേക്കോ സ്റ്റക്ക് ആവുന്നു, അത് മനസ്സ് മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് ആക്ച്വലി പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ ധന്യയുടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട്, പിന്നെ ലരാജ് സാറിന്റെ അടുത്തും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിൽ ഇടാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇതാണ് എനിക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. വെരി നൈസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തോട്ട് കേട്ടപ്പോൾ, അതേപോലെ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഇന്ന് ഈ പറഞ്ഞ പോലെ ഇല്ലേ, നമ്മൾ ഒരുപാട് നമ്മളുടെ എന്തൊക്കെയാണ് നമുക്ക് ഹേർഡിൽസ് വരുന്ന ലൈഫിൽ, അതിനെയൊക്കെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കാതിരിക്കും. പക്ഷെ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഒരു വലിയൊരു നമുക്കൊരു ഇൻസ്പിറേഷണൽ ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ നമുക്ക് തന്നെ കൊണ്ട് പാട്ട് പാടിച്ചാലോ ഇപ്പോ? ധന്യ ഒരു 2 വരി പ്ലീസ്. 2 വരി എന്ന് പറഞ്ഞ ധന്യ എന്തായാലും 4 വരിയിലേക്ക് എത്തും എനിക്കറിയാം. ധന്യ എന്നാലും ഒരു 2 വരി നമുക്ക് വേണ്ടി പ്ലീസ്. അയ്യോ അല്ല, ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കണം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഐ വൺ ദ ഗെയിം. Okay, അപ്പൊ ഏതായാലും this was like really nice and I'm so happy that even I got the opportunity ധന്യന്റെ അടുത്ത് സംസാരിക്കാനും അതേപോലെ ത്രൂ രഞ്ജിത്ത് thank you so much that ഇങ്ങനത്തെ ഒരു നല്ലൊരു a very feel good അല്ലേ, ഒരു ഫീൽ ഗുഡ് തിങ് ആണ് ആൻഡ് വെരി ഇൻസ്പിറേഷണൽ അല്ലേ this entire process. ഇതൊരു പാട്ടല്ല, ഇതൊരു തോട്ടാണ്, മനസ്സിലായില്ലേ? ഇതൊരു ചിന്തയാണ്, ഇതൊരു പാട്ടല്ല. ഇതിനൊരു പാട്ടായിട്ട് മാത്രം എടുത്തിട്ട് അതിന്റെ ഒരു പാട്ട് ആസ്വദിക്കുന്ന രീതിയിൽ ആരും എടുക്കരുത്. നേരെ മറിച്ച് ഇത് കേൾക്കുന്നതും കാണുന്നവരുമായ എല്ലാവരും ഇതൊരു ചിന്തയായിട്ട് എടുത്ത് അവരവരുടെ ജീവിതത്തിൽ എവിടെ സ്റ്റക്കായി നിൽക്കുന്നോ അവിടുന്ന് ചെറുതായിട്ടാണെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാൻ തോന്നണം, പറ്റും, അത്രേ ഉള്ളൂ. അതെ, അപ്പൊ ഏതായാലും ഇറ്റ് വാസ് ഗ്രേറ്റ് ഹാവിങ് യു ബോത്ത് ഹിയർ. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് ഏതായാലും ഇവിടെ ഞാൻ എൻ്റെ ഷോയിൽ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നതിൽ ഐ എം വെരി എക്സ്ട്രീംലി ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ആൻഡ് എനി ലാസ്റ്റ് വേർഡ്സ് ഓഫ് വിസ്ഡം ഫ്രം ബോത്ത് ഓഫ് യു. ആദ്യം തന്നെ എനിത്തിങ് എൽസ് യു വോണ്ട് ടു സേ ടു നമ്മുടെ എല്ലാ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. സോ എന്നും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ലൈഫ് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. പക്ഷേ തന്നെയാണ്. എന്നാൽ പോലും there is a point that we all reach together and it's a bright beautiful day. Okay, Dhanya, thank you. And Ranjit, what do you have to say? Last few words of wisdom എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഈ ഓളങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ഓളങ്ങൾ ഉണ്ടാക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. Okay, all right. അപ്പോൾ thank you so much Dhanya and Ranjit and once again ഞാൻ ഒരു സല്യൂട്ടോ ഫുൾ എൻറ്റയർ ടീമിന് കൊടുക്കുന്നു. Okay, all right. Thank you so much for joining us. Bye bye. Thank you.
ഓക്കെ, ദാറ്റ് വാസ് ആബ്സല്യൂട്ട്ലി മാർവലസ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആരും ഇതുപോലത്തെ കുറച്ച് 2 ഗെസ്റ്റ്സ് ആണ് എന്നുള്ളത് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് ഐ എം ഷുവർ ദറ്റ് ഓൾ ഓഫ് യു വിൽ ലവ് ദ പ്രോഡക്റ്റ് ആൻഡ് നോട്ട് ജസ്റ്റ് ദ പ്രോഡക്റ്റ്. ലൈക്ക് രഞ്ജിത്ത് സെഡ്, ഇറ്റ്സ് എ തോട്ട്. ഇതൊരു തോട്ടാണ്, ഇത് ഒരു പാട്ട് മാത്രമല്ല. അപ്പോൾ ഏതായാലും എല്ലാവരും ഈ ഒരു പാട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരും. La 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 തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേവരാ ഗുംസും ഗും ഗുംസും ഹൊക്യോത്തും ഗുംസും ഗും ഗും ക്യോത്തും. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാ. கை என்று செங்காது மலரே நீ சொன்னால் நான் நம்பவோ. माथे पे सिलमट का गहना हर चेहरे ने क्यों है पहना. काल என்று செவ்வாழை இணைகளை நீ சொன்னால் நான் நம்பி விடுவோ. ஹஸ்தூனா ஹஸ்தூனா ഊഞ്ഞാലേ പാടാമോ മാനത്തെ മാമന്റെ തളികൈ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. ഗുംസും ഗും ഗുംസും ഹൊക്യോത്തും ഗുംസും ഗും ഗും ക്യോത്തും. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാ. സംഘത്തിൽ മാറാத നടയുടെ എൻ മുന്നേ യാർ വന്നത്. ആകാശ